ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസം ചെയ്യാൻ പറ്റിയ കൃഷികളിൽ ഏറ്റവും നല്ല ഒന്നാമത്തെ കൃഷിയാണ് ചീര. ഏറ്റവും നല്ല കൃഷിയാണ് ചീര. കാരണം ഫെബ്രുവരി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാർച്ച് മാസത്തോടുകൂടി നമുക്കത് വിളവെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ മഴക്കാലം ചീരക്ക് അനുയോജ്യമല്ല. കാരണം മഴക്കാലം ചീരയൊക്കെ നശിച്ചു അളിഞ്ഞ് ചീഞ്ഞു പോകുന്നതാണ്. ഞാനിത് ചെയ്തിട്ടുള്ളത് ഒരു വാട്ടർ ടാങ്കിലാണ്. അതായത് ഒരു പഴയൊരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. 250 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്കിൽ ഞാനിത് മുറിച്ച് എടുത്ത് അതിലാണ് ഈ ചീര വിത്ത് പാകി മുളപ്പിച്ചിട്ടുള്ളത്. ഇത് ഒരാഴ്ച പ്രായമായ ചീരയാണ്. ഇതിപ്പോൾ ഒരാഴ്ച പ്രായമായി. ഇതിന് വെള്ളം തളിച്ചു കൊടുക്കേണ്ടത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെള്ളം തളിച്ചു കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതിന് ഞാൻ അടിവളമായിട്ട് നൽകിയിട്ടുള്ളത് കരിയിലാണ്. ഏകദേശം കാൽഭാഗത്തോളം ഇതിൽ കരിയിലിടുകയും അതുപോലെ കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ടിട്ടാണ് ഇത് അടിവളമായിട്ട് ഞാൻ നൽകിയിട്ടുള്ളത്. അതുപോലെ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് വെള്ളം, ചീരക്ക് വളരെ അത്യാവശ്യമാണ് വെള്ളം. 2 നേരം വെള്ളം നനക്കണം. അത് നമ്മൾ വെള്ളം ഇതുപോലെ മാത്രമേ വെള്ളം നനക്കാൻ പാടുള്ളൂ, ഒഴിച്ച് വയ്ക്കാൻ പാടില്ല. തെളിച്ചു കൊടുക്കണം. ഇതിന് വെള്ളം തെളിച്ചു കൊടുക്കാമെന്ന് വേണ്ടത്. കണ്ടോ, ഇങ്ങനെ പതുക്കെ നനച്ചു കൊടുക്കാം. രാവിലെയും വൈകുന്നേരം ഇതേപോലെ നനച്ചു കൊടുക്കണം. ചീരക്ക് വെള്ളം നിർബന്ധമാണ്. നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ അതിൽ നിന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം വിളവെടുത്തൊരു ഡ്രമ്മാണിത്. അതിലൊരു ഒരു പയർ ചെടി വളർന്നപ്പോൾ അതിന് ഞാനൊരു കമ്പ് കുത്തി കൊടുത്ത് അതിൽ കയറ്റിൻ്റെ ഇതിൽ പയറുണ്ടായിട്ടുണ്ട്. കണ്ടോ, മീറ്റർ പയറാണിത്. അതേപോലെ ഒരു നെല്ലിൻ്റെ വിത്ത് അത് മുളച്ചിട്ടുണ്ട്. നെല്ലിൻ്റെ വിത്താണ് അത്. ഈ നെല്ല് ഇവിടെ നിലനിർത്തിയത് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാം. ഇതിൽ കതിരിടും. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കതിരിട്ടിട്ട് കിട്ടിയിരുന്നു. അതുപോലെ കതിരിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് ഇതിൽ നിലനിർത്തിയിട്ടുള്ളത്. ഇത് ഞാൻ 2 ആഴ്ച മുന്നേ ഇതുപോലെ ഒരു ഡ്രമ്മിൽ 500 ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മ് മുറിച്ച് വാട്ടർ ടാങ്ക് മുറിച്ച് ഉണ്ടാക്കിയതാണ്. ഇത് 2 ആഴ്ച പ്രായമായ തൈകളാണ്. 2 ആഴ്ച പ്രായമായ ചീരയാണ്. ചീരയൊക്കെ ചെയ്യുമ്പോൾ ചീര നല്ല വെയിലുള്ള സ്ഥലത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നന്നായിട്ട് വെയിൽ കിട്ടിയെങ്കിൽ മാത്രമേ അത് വളരൂ. നന്നായി അതിനെ വളരണമെങ്കിൽ, അത് നന്നായിട്ട് വളർന്ന് കിട്ടണമെങ്കിൽ നല്ല വെയിൽ കിട്ടണം. അപ്പോൾ നമ്മൾ വെയിലുള്ള സ്ഥലത്താണ് ചീര നടേണ്ടത്. ഞാൻ ഇത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് ഇതിൽ കണ്ട കളകൾ, ഈ കളകളൊക്കെ നമ്മൾ പറിച്ച് കളയണം. ഇല്ലെങ്കിൽ ഇതിലുള്ള വളമൊക്കെ പറിച്ചെടുക്കും, വലിച്ചെടുക്കും. കളകളൊക്കെ പറിച്ചെടുക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിലുള്ള കളകൾ മുഴുവനും കളഞ്ഞു കളഞ്ഞിട്ടില്ലെങ്കിൽ ഇതിലുള്ള മുഴുവൻ വളങ്ങളും കളകൾ വലിച്ചെടുക്കും. അപ്പോൾ ചീരനെക്കാളും വലുപ്പത്തിൽ കളകളാണ് വളരുക. അപ്പോൾ കളകൾ വളരുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് അപ്പോൾ പറിച്ച് സമയാസമയങ്ങൾ പറിച്ച് കളയണം. ചീര വിളവെടുക്കുമ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഓക്കെ, താങ്ക് യു.